സണ്ണി, ഞാൻ നിന്നെ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയാവോ? നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നകുല, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നീ അത് വളരെ ക്ഷമയോടെ കേൾക്കണം. എന്താ സണ്ണി, പറ. ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയോടെ വേണം കേൾക്കാൻ. സണ്ണി, ഇതെന്റെ മാക്സിമം ക്ഷമയാണ് എന്ന് ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ KSRTC ബസ്സുകളിലെ ചില്ലുകൾ എറിഞ്ഞുടയ്ക്കുന്നതും കടകമ്പോളങ്ങൾ തല്ലിത്തകർക്കുന്നതും നമ്മൾ കരുതിയ പോലെ പാവം ജനങ്ങളല്ല. പിന്നെ അത് നിന്റെ അച്ചുവാണ്. സണ്ണി, നീ എന്താ പറഞ്ഞേ? സത്യം. പക്ഷേ താനാണിതെല്ലാം ചെയ്യുന്നതെന്ന് പാവം അച്ചുവിനറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് താങ്ങാൻ കഴിയില്ല, തകർന്നു പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യും സണ്ണി? ഞാൻ ഏതായാലും ഹർത്താൽ എന്ന ബാധ തൻ്റെ ദേഹത്തുണ്ടെന്ന് അച്ചുവിനെ അറിയിക്കാൻ പോവുകയാണ്. അത് നിന്നിലൂടെ വേണം അവനറിയാൻ. അതെങ്ങനെയാ സണ്ണി? പറയാം. ഇന്ന് അച്ചു ഹർത്താൽ നടത്താൻ പോകുമ്പോൾ നീ അവനെ തടയണം. അവൻ എത്ര തന്നെ കെഞ്ചി ചോദിച്ചാലും നീ സമ്മതിക്കരുത്. ഞാൻ ഇന്ന് വരെ അവനോട് അരുതെന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. പക്ഷെ നീ ഇപ്പം പറയണം നകുല. നമ്മുടെ അച്ചുവിനെ തിരിച്ചു കിട്ടാൻ നീ അത് പറഞ്ഞേ പറ്റൂ. ഞാനത് പറഞ്ഞ ചാളമാകുമോ സണ്ണി? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. ശംഭോ മഹാദേവ. അച്ചു ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹർത്താൽ നടത്താൻ പോകുകയാണെന്ന്. അച്ചു ഇന്ന് പോണ്ട. ഞാൻ പോകണ്ടേ? എന്തുപറ്റി? ഇന്നലെ പറഞ്ഞതാണല്ലോ പോയിക്കൊള്ളാൻ. അച്ചുവിനോട് പോണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ ഞാൻ പോയാൽ? അച്ചു പോണ്ട. എന്താ ഞാൻ പോയാൽ? അച്ചുവിനോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോണ്ടേ? അതെന്താ ഞാൻ പോയാൽ? എന്താ ഞാൻ പോയാൽ? അച്ചുവിനെ ഞാൻ വിടില്ല. വിടമാട്ടേ. അപ്പോ നീ എന്നെ ഇങ്ങേ ഇരുന്ന് എങ്കേയും പോക വിടമാട്ടേ. അയോഗ്യനായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് അതിന്റെ പേരിൽ ഹർത്താൽ നടത്തിടുവേ. ഹർത്താൽ. അച്ചു! നകുലേട്ടാ, ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നകുലേട്ടാ? ഇല്ല അച്ചു, അച്ചു ഒന്നും പറഞ്ഞില്ല. എന്റെ അച്ചു ഒന്നും പറഞ്ഞില്ല. ഞാനെന്തോ പറഞ്ഞു. ഞാനെന്താ പറഞ്ഞത് നകുലേട്ടാ? അച്ചു ഒന്നും പറഞ്ഞില്ല അച്ചു. എനിക്കെന്താ നകുലേട്ടാ? എനിക്കെന്താ അസുഖം? ഇല്ല അച്ചു, അച്ചുവിനൊന്നുമില്ല. എന്നെ വെറുക്കല്ലേ നകുലേട്ടാ? എന്നെ വെറുക്കല്ലേ നകുലേട്ടാ? സണ്ണി, ഞാൻ കണ്ടടാ എന്റെ അച്ചുവിനെ. ഞാൻ കണ്ടടാ അവന്റെ സ്നേഹം. ഞാൻ കണ്ടടാ. അമേരിക്കയിലോ ലണ്ടനിലോ ഹർത്താലില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിച്ചോളാം. എന്നാലും നിനക്ക് ഞാൻ അവനെ വിട്ടുതരില്ലടാ സണ്ണി. നകുല, ലോകത്ത് ഏതൊരു സൈക്കാട്രിസ്റ്റും ചെയ്യാൻ പറ്റുന്നതല്ല ഞാനും ചെയ്യാം. അവൻ്റെ ദേഹത്തു നിന്നും ഹർത്താൽ എന്ന ബാധയെ ഞാൻ പറിച്ചു മാറ്റിക്കളയാം. പക്ഷേ ഓജസ്സും തേജസ്സുള്ള നിന്റെ പഴയ ആ അച്ചുവിനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. പകരം ഒരു ജീവചവത്തെ ആയിരിക്കടാ നിനക്ക് കിട്ടാൻ പോകുന്നത്. എനിക്ക് എൻ്റെ അച്ചുവിനെ തിരിച്ചു താ സണ്ണി, തിരിച്ചു താ. തരാം. പക്ഷേ എനിക്കൊരല്പം സമയം വേണം. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ എനിക്ക് എൻ്റെ അച്ചുവിനെ തിരിച്ചു കിട്ടിയാൽ മതി. എൻ്റെ ആ പഴയ അച്ചുവിനെ എനിക്ക് തിരിച്ചു താ സണ്ണി. അതിന് നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. ആരുടെ? കേരളത്തിൽ അതിവേഗം ബഹുദൂരം നൃത്തം വെക്കുന്ന ആ പഴയ നർത്തകൻ രാമനാഥന്റെ. അയാളെ ഞാൻ കണ്ടു, എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അയാൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തിനാണ് കൊടും ചതി? എന്തു പാപം ജനം ചെയ്തു? പാപം ജനങ്ങളുടെ വോട്ടുകൾ നേടി പാപം ചെയ്യും പാപികൾ നമ്മൾ. വാഗ്ദാനങ്ങൾ പലതു നൽകി കേരളമാകെയും അലങ്കോലമാക്കുവാൻ മത്സരിക്കുന്നു നമ്മൾ നേതാക്കൾ. യാരത്?
എന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. എന്താ മുഖത്തു നോക്കി തുമ്മുന്നോ? തുമ്മിയതല്ല, എന്റെ പേരിന്റെ ക്ലൂ പറഞ്ഞതാണ്. തുമ്മൻ ചണ്ടി. ഓഹോ, താനാണോ? ഉനക്കെവളോ ധൈര്യം ഇருக்கு എൻ കൺമുന്നിൽ വന്ന് നിൽപ്പേ. ഇനിയും അധികം നിന്നാൽ ഉന്നെ കൊന്ന് നാളെയും മറ്റന്നാളും ഹർത്താൽ നടത്തിടുവേ. ഹർത്താൽ. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ. മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നു. ഇയാൾ പറയുന്നത് എന്നെ കൊന്ന് നാളെയും മറ്റന്നാളും ഹർത്താൽ നടത്തുമെന്നാണ്. അത് ശരിയാവില്ല. നകുല, സണ്ണി. മാധവ, മഹാദേവ, ഇവിടെ എന്താ പ്രശ്നം? നീ എന്നെ എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞത്? പറയടാ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന്. ഈ ബാധ ഒഴിഞ്ഞു പോവില്ല എന്താ പറയുന്നത്. നീ വേഗം ആ ഡോക്ടറെ വിളിക്ക്. ഡാ സണ്ണി, ശംഭോ മഹാദേവ, ഹരിഹരസുതനേ ശരണമയ്യപ്പ. ഡാ സണ്ണി. അല്ല, ഇതാര്? വടക്കേലെ കൊച്ചു ത്രേസ്യയല്ലേ? ഇത് കൊച്ചു ത്രേസ്യയല്ല, ഇതാണ് ഭ്രാന്തിന്റെ ഡോക്ടർ സണ്ണി. ഓ, നിങ്ങളാണോ ആ ഭ്രാന്തിന്റെ ഡോക്ടർ സണ്ണി? അതെ, ഞാനാണ് ഭാഗ്യവാൻ. എന്താ പ്രശ്നം? പറഞ്ഞോളൂ. ഡോക്ടർ, എല്ലാവരും പറയുന്നു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന. എന്നെ ഒന്ന് ശരിക്കും നോക്കിയേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടുണ്ടുണ്ടോ? എവിടെ നോക്കട്ടെ. അയ്യോ, ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. എന്നാൽ അത് മാറ്റണമല്ലോ ഡോക്ടർ. ശരി, മാറ്റാലോ. സൈക്യാട്രിയിൽ ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് പറയാറ്. എനിക്കപ്പോഴേ തോന്നി. മലയാളത്തിൽ ഇതിന് ഹർത്താൽ ഓഫ് മാനിയ എന്നാണ് പറയാറ്. മൈ ഗോഡ്. അയ്യോ, പേടിക്കണ്ട, ഞാനിപ്പോൾ ശരിയാക്കി തരാം. ഇയാളൊന്ന് കണ്ണടച്ച് നിന്ന്. ഒരു കണ്ണടച്ചാൽ മതിയോ? 2 കണ്ണടയ്ക്കണം. അച്ഛന് ഇപ്പോ എന്ത് തോന്നുന്നു? ചെവിയിൽ നിന്നും ഒരു കിളി പറന്നു പോയതുപോലെ എനിക്ക് എന്തായിരുന്നു ഡോക്ടർ? അച്ഛന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഹർത്താൽ എന്ന ബാധ അച്ചുവിൻ്റെ ശരീരത്തിൽ കയറി. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാനതിനെ പറിച്ചെറിഞ്ഞു കളഞ്ഞു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. സണ്ണി, നീ കേട്ടില്ലേ? ഓജസ്സും തേജസ്സും ഉള്ള നമ്മുടെ പഴയ അച്ചുവിനെ തിരിച്ചു വരാന്നാ ഞാൻ പറഞ്ഞ്. കൊണ്ടുപോടാ നിങ്ങളുടെ അച്ചുവിനെ. ഡാ സണ്ണി, നീ എന്റെ മാനം കാത്തടാ. നിർത്തൂ, നിർത്താൻ. പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയ ഹർത്താൽ എന്ന ബാധ ഇവർ ഒഴിപ്പിച്ചു തന്നിരിക്കുന്നു. അതിന് ഇവർക്കെൻ്റെ നന്ദി. ഇന്നു മുതൽ കേരളത്തിൽ ഹർത്താലില്ല, ഹർത്താലില്ല, ഹർത്താലില്ല. ഇനി നാളെ മുതൽ ഈ ഹർത്താലിൻ്റെ പേര് പണിമുടക്കെന്നാക്കി മാറ്റിയ വിവരം ജനങ്ങളെ സസന്തോഷപൂർവ്വം അറിയിക്കുന്നു. നാടുമുടിക്കണ ഹർത്താൽ എന്നും ആളെ കുഴക്കണ ഹർത്താൽ. നാടുമുടിക്കണ ഹർത്താൽ എന്നും ആളെ കുഴക്കണ ഹർത്താൽ. എന്തിനുമേതിനും ഹർത്താൽ, എന്തിനുമേതിനും ഹർത്താൽ. നമ്മൾ ഭ്രാന്തന്മാരാകുമതോർത്താൽ. പാർട്ടി ലീഡർ വഴുതി വീണാൽ ഉടനെ ഹർത്താൽ. മന്ത്രിമാരോ ടൂറു പോകാൻ നടത്തും ഹർത്താൽ. നാടുമുടിക്കണ ഹർത്താൽ എന്നും ആളെ കുഴയ്ക്കും ഈ ഹർത്താൽ.
കോടതി പണ്ടൊരു ഉത്തരവിട്ടു ബന്ദ് ഉടനടി നിർത്താൻ. അന്ന് തൊട്ടിന്നോളം ഒറ്റയാനെ പോലെ വാഴുകയാണ് വിടർത്താൽ. പാർട്ടി ലീഡർ പഴുതി വീണാൽ ഉടനെ ഹർത്താൽ. മന്ത്രിമാരോ ടൂറു പോകാൻ നടത്തും ഹർത്താൽ. കോടതി പണ്ടൊരു ഉത്തരവിട്ടു ബന്ദ് ഉടനടി നിർത്താൻ. അന്ന് തൊട്ടിന്നോളം ഒറ്റയാനെ പോലെ വാഴുകയാണ് വിടർത്താൽ. മാറി വരുന്നൊരു സർക്കാർ കേരളമാകെ തകർക്കാൻ ചെയ്യും കൊടും ചതി ഹർത്താൽ.